ഹായ്, നമസ്കാരമുണ്ട്. മുബസ്സിറാണ്, മാൾട്ടിൽ നിന്നാണ്, യൂറോപ്പിൽ നിന്നാണ്. പിന്നെ ഞാനിപ്പോൾ ഇന്നുള്ളത് നമ്മളെ ബുജിബിയിലാണ്. ബുജിബിക്ക് ഇങ്ങനെ പോന്ന സംഭവം ആ കാണുന്നത് ഗോസോ ഏരിയ, മെലിഹ ഗോസോ ഏരിയ ആണ് കാണുന്നത് ബാക്കിൽ. പിന്നെ എൻ്റെ ഒപ്പം നമ്മുടെ ചങ്ങന്മാരുണ്ട്, നമ്മുടെ കുടുംബക്കാരൻ റിസ്വാനും ഉണ്ട്, പിന്നെ നമ്മുടെ ചങ്ങായി ആസാദും ഉണ്ട്. വെറുതെ ഇറങ്ങിയാണ് രസമായിട്ട്. ആസാദാ പോയേക്കെന്നാ വരി. റിസ്വാന എത്തുന്നിട്ട് സാറല്ലേ? സെറ്റാണ്. എന്നാ വരി, നമുക്കങ്ങനെ പോയേക്കാം. ബുജിബ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് വരലുണ്ട്. ബുജിബ രസമാണ്. പിന്നെ മാൾട്ടിൻ്റെ സ്വഭാവം നമ്മളിതിൻ്റെ മുന്നും പറഞ്ഞാൽ തന്നെ ഒരുപാട് എന്താ പറയുക ടൂറിസ്റ്റുകളും കാര്യങ്ങളും വരുന്ന ഏരിയ തന്നെ. ബുജിബ ഞാൻ അതിന് മുന്നേ ഇട്ടിരിക്കണം. അവിടെ കടലും കാര്യങ്ങളൊക്കെ കയറ്റി ഞാൻ അതിന് മുന്നേ ഇട്ടിരിക്കണമല്ലോ വീഡിയോ. അങ്ങനെയൊക്കെ തന്നെ. നമുക്ക് ഏതാ പറയും, റിസ്വാനും ആസാദിനും കിട്ടിയതല്ലേ, നമുക്ക് അവരോട് കുറച്ച് വിശേഷങ്ങൾ ഇങ്ങനെ ചോദിക്കാം. മാൾട്ടിൻ്റെ കഥകൾ പറഞ്ഞിങ്ങനെ പോവാം. ഒരു പറ്റം തരാം. വരി. ഞാൻ നമ്മളെ ടീമിനോട് പറയുന്നേ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് ഈ സൈഡിന് പോരി. മാൾട്ടൻ്റെ കഥകൾ പറഞ്ഞിങ്ങനെ പോകാം. റിസ്വാനും ആസാദും എന്തായാലും ഇഞ്ചപ്പം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അവനോട് കുറച്ച് കഥകളൊക്കെ ചോദിച്ചു നോക്കാറുണ്ട്. എത്ര കഥ ഇപ്പം ക്ലൈമറ്റിൻ്റെ കാര്യം ഇപ്പം എന്തായിക്കണേ അത് പറഞ്ഞ റിസ്വാൻ ഇന്നിപ്പോൾ ചൂടായി പറഞ്ഞിട്ട് വന്നത് ഇപ്പം തണുക്കൽ തുടങ്ങിയത്. ക്ലൈമറ്റ് ഒഫീഷ്യലായിട്ട് സമ്മർക്ക് കടന്നു, ഫീൽ ചെയ്യുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് മാൾട്ട പറയുന്നുണ്ട് സമ്മർ സ്റ്റാർട്ട് ചെയ്തതാണ്. റിസ്വാദിന് മുന്നേ നമ്മളെ വീഡിയോയിൽ വന്നിങ്ങനെ ഞാനും റിസ്വാനും നമ്മളെ വിൽസന്റെ കഥകളൊക്കെ പറഞ്ഞു. എന്താ റിസ്വാന എന്താ അവസ്ഥ മറ്റേ മാൾട്ട എന്താണ് എൻ്റെ ഒരു മാൾട്ട എന്നെ അപേക്ഷിച്ച് മാൾട്ട സെറ്റാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാവരും വന്ന് കണ്ട് നമ്മളെ ജർമ്മനിത്തെ എന്താ ഒരു വ്ളോഗർ വന്നിട്ട് ഇവിടെ എന്താ തള്ളി മറിച്ച് പറഞ്ഞ് അല്ലേ, ഒരു ചങ്ങായി വന്നിട്ട് മാൾട്ട അങ്ങനെയാണ് മാൾട്ട എങ്ങനെയാണ് എന്തൊക്കെയാ പറഞ്ഞു. കുറെ മലയാളികൾ ഇവിടെ ഉണ്ട്, അതിനെന്തൊക്കെയാ കുറ്റം പറഞ്ഞിട്ടുണ്ട്. കുറ്റം പറയാൻ നിൽക്കുകയാണെങ്കിൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ജർമ്മനി പോയാൽ കുറെ മലയാളികൾ ഇല്ല എന്ന് പറയുന്നത് പോസിറ്റീവ് എല്ലാം നെഗറ്റീവ് കാണാൻ പാടില്ല, പോസിറ്റീവ് ആയിട്ട് കാണണം. ഇന്നെ അപേക്ഷിച്ച് മാൾട്ട ഞാൻ എല്ലാം കൊണ്ട് ഓക്കെയാണ്. എനിക്ക് നെഗറ്റീവ് പറയാൻ മാത്രം എല്ലായിടത്തും ഉണ്ട്. ഇനി UK ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ എല്ലായിടത്തും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇന്നെ അപേക്ഷിച്ച് ഇവിടെ കൂടുതലും പോസിറ്റീവാണ്. പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. അത് അവരുടെ മെന്റാലിറ്റി കാര്യം. എൻ്റെ മെന്റാലിറ്റി ഇതാണ്. ഓരോരുത്തർക്ക് വ്യക്തിപരമായ അഭിപ്രായമല്ല, എൻ്റെ അഭിപ്രായം ഇതാണ്. നമ്മൾ ഇപ്പോൾ ജോലിൻ്റെ കാര്യത്തിലും ശമ്പളത്തിൻ്റെ കാര്യത്തിലും മറ്റു രാജ്യങ്ങളിൽ ഇവിടെയും ശമ്പളം നല്ല വാങ്ങണവരൊക്കെ ഇല്ലേ സത്യത്തിൽ? ഇവിടെ നല്ല ശമ്പളം ഉണ്ട്, അത് ഫൈൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന് ചിലർക്ക് കയറി വരുമ്പം തന്നെ ലക്ഷങ്ങൾ ഇങ്ങോട്ട് വാരി എടുക്കാന്നില്ല ചിന്താഗതി ഉണ്ട്. അങ്ങനെ വെച്ചിട്ട് കാലം നമ്മളെ ജോലി നമ്മളെ കാറ്റഗറി അനുസരിച്ച് ആദ്യം വരാൻ സ്റ്റേബിളായിട്ട് നമ്മൾ സ്റ്റേബിളായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലി കയറുക. പിന്നെ നമ്മൾ വേറെ അന്വേഷിക്കാൻ കിട്ടും 100% ഉറപ്പാണ്. ഇവിടെ തന്നെ 12-13 യൂറോക്ക് വർക്ക് ചെയ്യണ ഇന്നറിഞ്ഞ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. നമുക്കൊക്കെ ഒരു ബേസിക് ആയിട്ട് ഫസ്റ്റ് വന്ന സമയത്ത് ചെറിയ ശമ്പളം ഉള്ളായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളെന്ത് ജോബ് കണ്ടുപിടിച്ച് നമ്മൾ നല്ല രീതിയിൽ ജോലി കയറി. സ്ട്രോബറി ഇല്ല ഏത് ഇവിടെ ഫുഡും അതേപോലെ റൂമും എന്താ അതിൻ്റെ അഭിപ്രായം? എനിക്ക് അത് റിസ്ക് അല്ലേ നിലവിൽ? മറ്റു ഇറ്റലിയിലല്ലോ ഞാൻ കേട്ടിരുന്നു. ഇറ്റലി ഇത്ര റെൻ്റൊന്നുമില്ല. നമ്മളെ അപേക്ഷിച്ച് മാൾട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രാജ്യം, റിമോട്ട് കൺട്രോൾ ആണ്. അതായത് നമുക്ക് എന്തും ഫൈൻഡ് ചെയ്യാൻ വളരെ സുഖമാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ട് പോളണ്ടിലായിരുന്നു. അപ്പൊ അവന് പറഞ്ഞാന്ന് വെച്ചാൽ അവന്റെ സ്ഥലത്ത് നിന്ന് ഒരു ഇന്ത്യൻ ഷോപ്പ് ആണെങ്കിൽ മെട്രോ വിളിച്ച് പോകണം, ട്രെയിനിൽ പോകണം, 3-4 മണിക്കൂർ യാത്ര ചെയ്യണം. എന്നിട്ടാണ് ഒരു ഇന്ത്യൻ്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റുള്ളൂ. നമ്മളെ അരി ആയിക്കോട്ടെ അങ്ങനത്തെ സാധനങ്ങളായിക്കോട്ടെ. പക്ഷെ ഇവിടെ നമുക്ക് നോക്കി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒരു 10 മിനിറ്റുള്ള നീ മാൾട്ടയിൽ എവിടെ ആയിക്കോട്ടെ, നീ ഗോസ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, ഒരു 10 മിനിറ്റുള്ള എന്ത് വാങ്ങാൻ പറ്റില്ല. എല്ലാ സാധനം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്തും കിട്ടും. ഞാൻ വന്ന സമയത്ത് ഇവിടെ ആകെ കുറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉള്ളൂ, 3-4 റെസ്റ്റോറൻറ്റ് മാക്സിമം ഉള്ളൂ ഇവിടെ നാട്ടിൽ നിന്ന്. ഞാൻ പറയാം നമുക്ക് അത്ര ഫീൽ വന്നിട്ടില്ല. നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഫുഡിൻ്റെ പ്രശ്നത്തിലോ ഈ അരി കിട്ടാത്ത പ്രശ്നത്തിലോ നമ്മുടെ നാട്ടിൽ അത് ഫീലെല്ലാം ഉണ്ട് ഇവിടെ സത്യമായിട്ട്. എല്ലാ ഷോപ്പുകളും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അരി നമ്മളെ പവ്യത്തിൻ്റെ അരി, നാടൻ അരി, എല്ലാ അരിയും എല്ലാം കിട്ടും. അതേപോലെ നമ്മളിപ്പോൾ ഈ പുട്ടുപൊടി ഇല്ല, പുട്ടുപൊടി നാട്ടിൽ കിട്ടുന്ന ബിസ്മി അജ്മീൻ്റെ പുട്ടുപൊടി എല്ലാം ഇപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ വന്ന സമയത്ത് കുറച്ച് ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ എല്ലാം അവൈലബിൾ ആയി. അതാണ് ശരിയാണ്. എവിടെ നമ്മൾ ആസാദോടെ അവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നത് സാധാ പോലെ തന്നെ വന്നാണ്. ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യണത്? ഞാൻ വെൽബീസിലാണ്. വെൽബീസിൽ ഇപ്പോൾ ഉഷാറല്ല അവിടെ?
വെൽബീസ് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. വെൽബീസ് കുറേ ആൾക്കാർ അറിയുണ്ടാവും, വലിയ നല്ല ഷോപ്പാണ്, അടിപൊളിയാണ്. സെഞ്ചുറിയൻസിൽ എവിടെയാണ്? ഇല്ല, ഞാൻ ഓക്കെ. നാട്ടിലെവിടെ ചെയ്യും? ഞാൻ നാട്ടിൽ മലപ്പുറം പെരുന്നോളാണ്. മലപ്പുറക്കാർ തന്നെയാണ്. പിന്നെ അസാദ് നല്ലൊരു ഫോട്ടോഗ്രാഫറൊക്കെ കേട്ടോ ഞങ്ങളെ കൂട്ടത്തിലാണ്. സൂപ്പറായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്തുള്ളവരാണ്, അടിപൊളിയാണ്. അങ്ങനെയുണ്ട് അസാദ്, എൻ്റെ അഭിപ്രായം എന്താ? മാൾട്ടയും ജർമ്മനിയും ഫ്രാൻസും ഒക്കെ കൂട്ടുമ്പോൾ ഇപ്പം പോളണ്ടിലും സ്ലോവാക്കിയും കുറേ പോയില്ലേ ചെയ്യും കുറേ നാട്ടിൽ കൂടെയൊക്കെ ട്രാവൽ ചെയ്ത് നോക്കുമ്പോൾ ക്ലൈമറ്റ് തന്നെ ഇവിടെയാണ് നമുക്ക് ഇഷ്ടം? അത് സ്ലോവാക്കിയാണോ പോളണ്ടാണോ? പോളണ്ട് പറയാൻ അറിയാമല്ലോ. മോസ്റ്റ് തണുപ്പിക്കാരാ പോയത്? ഞാൻ നല്ല ഹെവിക്കാ പോയത്, പീക്കിലാണ് പോയത്. ശരിക്കും അവിടെ അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. പിന്നെ അവിടെ എൻ്റെ കുറെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. പോളണ്ട് പോയ സ്ഥലം ഏതാ? അത് ഞാൻ ക്രാക്കോവിലാണ് വന്നത്. പിന്നെ അവിടുന്ന് ജാക്കോബാന, പിന്നെ അങ്ങനെ ഓൾഡ് സിറ്റി, അങ്ങനെ ചെറിയ വലിയ ഞാൻ 2 ദിവസം ഉണ്ടായിട്ടുള്ളൂ അവിടെ. എന്നാലും അനുഭവിച്ചു. എത്ര ഡിഗ്രി തണുപ്പുണ്ട് അവിടെ? ഞാൻ -40 അത് വെച്ച് നോക്കുമ്പോ ഇത് സ്വർഗല്ലേ? അത് ഇവിടെ ഏകദേശം നമ്മളെ നാട്ടിലൊന്നല്ല, ഏകദേശം ഊട്ടി വൈബില്ലൊരു തണുപ്പൊക്കെ തന്നെ അത്രേ ഉള്ളൂ. എന്നാലും പിന്നെ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അത്രയൊക്കെ തന്നെയുള്ള തണുപ്പ് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നാലും തണുപ്പുണ്ട്, സീനൊന്നുമില്ല. പിന്നെ ഇവിടെ സമ്മർ പിന്നെ ഞാൻ വന്ന സ്റ്റാർട്ടിങ് സമ്മറിലായിരുന്നു. ഞാൻ സമ്മറിലാണ് വന്നത്. സമ്മറിൽ വന്ന ടൈമിലാണ് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. ഉണ്ടല്ലേ? അതെന്താ വെച്ചാൽ ഹ്യൂമിഡിറ്റി കൂടുതലാണെന്ന് എല്ലാവരും ഇവിടെ പറഞ്ഞായിരുന്നു. നാട്ടിൽ പോയപ്പോ വന്നിട്ടില്ല? ഞാൻ നാട്ടിൽ പോയിട്ടില്ല. വന്നിട്ട് എത്രയായി ഇപ്പോ? ഞാൻ വന്നിട്ട് പറഞ്ഞല്ലോ 1.5 വർഷം കഴിഞ്ഞു. വർഷമായില്ലേ? നാട്ടില് മലപ്പുറത്ത് എവിടെയാണ്? പെരുന്നലോണ. നമ്മളൊക്കെ നമ്മൾ പിന്നെ മലപ്പുറത്തേനെ മാത്രമേ കൂട്ടുകൊണ്ടുള്ളൂ വിചാരിച്ചോളൂ. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് ഇവരുണ്ട്, എൻ്റെ ചങ്ങന്മാർ മറ്റേ ഇവിടുത്താരുണ്ട്, മറ്റേ ഹാമറൂൺകാരുണ്ട്, സോറി എറണാകുളക്കാരുണ്ട്, കൊല്ലക്കാർ, കോട്ടയക്കാർ, കുറേ ആൾക്കാരുണ്ട് എനിക്ക് കമ്പനി. ഉജുവ ഗോസോക്കില്ല പോട്ടാണോ പോണത്? ആ ഗോസോന്റെ ആ ഒരു ഇതിന്റെ എമൗണ്ട് എത്ര നിലവിലിപ്പം? ഇങ്ങോട്ട് 7 റുപ്യ സംതിങ് ഉണ്ടോ? ആ ബോട്ട്, ആ കാണുന്ന ബോട്ട് പോയിക്കട്ടോ, അത് ഡയറക്റ്റ് വല്ലറ്റാണ് ഗോസോന്ന്. 7 യൂറോ കൊടുത്ത ഫാസ്റ്റ് ഫെറി സുഖമായിട്ട് വലട്ടെത്താം. കാരണം സർക്കാവിന്ന് അങ്ങോട്ട് എത്തുക പറഞ്ഞാൽ നല്ല ബ്ലോക്കാണ്. ഇത് വേറെ രാജ്യത്തേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിലവിൽ വന്നപ്പോ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പോണം അവിടെ പോകണം. ഇവിടെ ഒന്നും സ്ട്രഗിളും കാര്യങ്ങളൊക്കെ സംഭവിച്ചപ്പോ പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കൺട്രിയിൽ നിന്ന് മാറി വരുന്നത്. ഞാൻ വേറെ കൺട്രിയിലോട്ടൊന്നും പോയിട്ടില്ല, ഫസ്റ്റ് ടൈം വരുന്ന കൺട്രിയാണ്. അപ്പൊ അതിന്റെ സ്ട്രഗിളിങ്ങും അതിന്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ വെച്ചാല് വേറെ കൺട്രി നോക്കാനും ഇല്ല, കൊടുത്തിട്ടൊന്നുമില്ല. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൊടുത്തായിരുന്നു. എവിടെയാണ് അവര് നമ്മളെ വിടുന്നില്ലല്ലോ. അവര് ഇതേമാതിരി ചെക്ക് റിപ്പബ്ലിക്, ചെക്കല്ല, അവര് ലക്സംബർഗ് അവിടെ കൊടുത്തിരുന്നു. അവര് 20,000-30,000 കൊടുത്ത് ആ പൈസ പോയി. എന്താ വെച്ചാല് ഇഷ്ടം കുറെ ഫ്രോഡുകളുണ്ട് ഇവിടെ. ഓൾറെഡി ഇപ്പൊ നമ്മൾ നാട്ടിൽ തന്നെ അന്വേഷിച്ച് കഴിഞ്ഞാൽ തന്നെ ഫ്രോഡുകളുണ്ട്. ആ കാര്യത്തില് ഏജൻസികളും ഇതൊക്കെ കുറെ ഫ്രോഡുകളുണ്ടല്ലോ. പക്ഷെ ആ ക്യാഷ് കിട്ടിയിട്ടില്ല അല്ലേ? അത് എനിക്ക് എൻ്റെ കുറെ എൻ്റെ കുറെ സർക്കിളിൽ കുറെ ഫ്രണ്ട്സുകൾക്ക് ഇതേപോലെ ഏജൻസികൾ ഫണ്ട് വാങ്ങിയിട്ട് ഇവിടുന്ന് വേറെ രാജ്യത്ത് കൊണ്ടുപോകാനുണ്ടോ? അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്താ പ്ലാൻ? ഇപ്പൊ പിന്നെ കൊടുക്കണം തീരുമാനങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ് റാഹത്താണ്. ഇപ്പോ ജോലിയും കാലമൊക്കെ സെറ്റാണ്. മേ ബി ചിലപ്പോ എന്തെങ്കിലും നല്ലൊരു ഓഫർ കിട്ടി കഴിഞ്ഞാൽ കൺട്രി മാറും. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഓരോരുത്തരും ഓരോ ടൈമിംഗ് അല്ലേ, അത്രേ ഉള്ളൂ. ചിലപ്പോ ഞാൻ മാറാൻ ചാൻസ് ഉണ്ടാവാം, ചാൻസ് ഉണ്ടാവില്ല. അങ്ങനെ ഇവിടെ ബാക്കിയുള്ള കൺട്രി വെച്ച് നോക്കുമ്പോ ഇപ്പൊ ജർമ്മനിയിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, പോളിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ അവിടെ പോയവരൊക്കെ എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് പോയ ആൾക്കാരാട്ടോ. ഇവിടുന്ന് കുറച്ച് പോയ ആൾക്കാരുണ്ട്. പിന്നെ ഓൾറെഡി നാട്ടിലുള്ള സർക്കിളിലുള്ള ഫ്രണ്ട്സും ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞ വെച്ചാല് ഏറ്റവും കൂടുതൽ നമുക്ക് ഫണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമൊക്കെ ഇവിടെ. ഞാൻ എന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോഴത്തെ നമ്മുടെ ID കാർഡിൻ്റെ അത് വെച്ചില്ലേ റിന്യൂവൽ, അപ്പൊ ആ സമയത്ത് ഇജ്ജ് പറഞ്ഞ് കിട്ടിയിട്ടില്ല. എത്ര മാസം എനിക്ക് പോയി പറഞ്ഞത്? ഇപ്പൊ എന്താ വെച്ചത്? ഞാൻ ജനുവരി 2-ന് അപ്ലൈ ചെയ്തു.
ജനുവരി 2 എല്ലാ ഡോക്യുമെന്റും സബ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് മാർച്ച് 5 കിട്ടിയത്. ഏകദേശം 3 മാസത്തോളം പിടിച്ചു. അത് കഴിഞ്ഞ വർഷം പിടിച്ചപ്പോൾ എനിക്ക് ആകെ പിടിച്ചത് ഒരു 10 ദിവസമോ അതിനുള്ളിൽ എനിക്ക് കാർഡ് കിട്ടി. എല്ലാം ഫാസ്റ്റ് ആയിരുന്നു. പക്ഷേ ഓരോരുത്തർ ഡിപ്പെൻഡ് ആണ്. പക്ഷെ എൻ്റെ സെയിം കമ്പനിയിൽ എൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് അവനക്ക് 10 ദിവസം കൊണ്ട് എല്ലാം കിട്ടി. പക്ഷെ എൻ്റെ ഡിലേ ആയി. അത് എന്താ പറയുക, ഡിപ്പെൻഡ് ആണ്. എൻ്റെ ഇമെയിലൊക്കെ ചോദിക്കുക ചെയ്തിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഇത്രയും സമയം പോയപ്പോൾ ഇല്ല, എൻ്റെ കാർഡ് റിന്യൂ ചെയ്യണ ഏകദേശം എക്സ്പയർ ആയിട്ട് 3 മാസം മുമ്പ് ഞാൻ കൊടുത്തിരുന്നു. അവനക്ക് ടൈം ഉണ്ടായിരുന്നു. എനിക്കിതാ ഈ മാസം 28-ാം തീയതി എൻ്റെ എക്സ്പയർ ആയത്. ഇത് സബ്മിറ്റ് കിടക്കുന്നു. എങ്ങനെയാണ് എൻ്റെ തേർഡ് പാർട്ടിക്ക് പോയിനോ? അല്ല, എൻ്റെ സബ്മിറ്റ് കിടക്കുന്നുണ്ട്. സബ്മിറ്റഡ് തന്നെ സബ്മിറ്റ് കിടക്കായിരുന്നു. തേർഡ് പാർട്ടിക്ക് ഒന്നും പോയിട്ടില്ല. തേർഡ് പാർട്ടിക്ക് പോയതിനു ശേഷം പെട്ടെന്നായി. ഇപ്പോൾ കാർഡ് കിട്ടി. അങ്ങനെ കേട്ടിന് ഞാനിപ്പം ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിന് ഇപ്പടുത്ത്. കാരണം ഞാനിപ്പോൾ റിന്യൂവലും നമ്മളെ ചങ്ങായി എംപ്ലോയി ചേഞ്ചൊക്കെ വെച്ചല്ലോ. ആ സമയത്തൊക്കെ നമുക്ക് എന്തായി ഒരു വായിച്ചുകൊണ്ട് കാര്യങ്ങൾ ടക്കാരനാണ് പോയത്. കാരണം ഞാൻ ഇന്ന് സബ്മിറ്റ് ആക്കി. പൊതുവെ ഇപ്പോൾ ഫാസ്റ്റ് ആണ്. ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് ഭയങ്കര സ്ലോ ആയിരുന്നു. ഐഡന്റിറ്റി അതിന് ശേഷം പൊതുവെ ഫാസ്റ്റ് ആണ് കാര്യങ്ങളൊക്കെ. ചിലത് മാത്രമായിട്ട് സ്റ്റക്കായി. ചില അപൂർവം കേസുകളേ ഉള്ളൂ. അതെല്ലാം അങ്ങനെ ആയിക്കോളന്നില്ല. ഇതിനകത്ത് കേട്ടു ക്യാഷ് ഇനി കൂട്ടാണെന്നോ? അതിനെ പറ്റും എനിക്ക് എല്ലാ ഐഡിയയും കിട്ടും. ഇത് റിന്യൂ ചെയ്യാനും നാട്ടിൽ നിന്നൊക്കെ ഇനി ക്യാഷ് കൂട്ടാൻ പോവാണ്. 300-400 രൂപ. ജോബ് ചേഞ്ചിനും അതുപോലെ നമ്മളെ ജോബ് ചേഞ്ചിനും അതുപോലെ നമ്മളിപ്പോൾ എംപ്ലോയി ചേഞ്ചിനും 600 യൂറോ ആക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല. 600 യൂറോ എന്നാണ് പറയുന്നത്. പക്ഷേ റിന്യൂവലിന് 120 കുറക്കാൻ പോകുന്നുണ്ട്. കാർഡ് റിന്യൂവൽ അതായത് ഇവിടെ നമ്മളെ സംബന്ധിച്ച് സുഖമാണ്, കുഴപ്പമില്ല. വരുന്നവർക്ക് നല്ല പണിയാണ്. അതൊക്കെ എന്താ പറയാ, അത് നിയമമായി വന്നിട്ടില്ല. അതിന് സംസാരം കുറെ ചർച്ചകളുണ്ടാവും. അത് വന്നിരിക്കാം, ഉറപ്പില്ല. മേ ബി. പിന്നെ അതുപോലെ തന്നെ ആസാദിന് ഇപ്പം എന്തൊരു സംഭവം സംഭവിച്ചു പറഞ്ഞു. ആസാദ്, ഞാനോട് ചോദിക്കാൻ വെച്ചാൽ എൻ്റെ ID കാർഡിൻ്റെ ഒരു ഇഷ്യൂയിൽ എനിക്ക് ഒരു ടെർമിനേഷൻ കേസ് വന്നില്ല. എനിക്ക് അതെനിക്ക് ഈ ടെർമിനേഷൻ അടിച്ചത് അറിഞ്ഞില്ലാന്നോ? ഇല്ല, കുറച്ച് സമയം വൈകിന്ന് പറഞ്ഞ്. എന്നിട്ടാണ് ഈ അപ്ലൈ ചെയ്ത് കിട്ടിയെന്നും പറഞ്ഞു അല്ലേ? എത്ര സമയം പോയി? എൻ്റെ അത് കുറച്ച് ബുദ്ധിമുട്ടില്ലേ? അത്യാവശ്യം ബുദ്ധിമുട്ടിട്ടുണ്ട്. അതെന്താ സംഭവിച്ച? ടെർമിനേഷൻ കമ്പനി അടിച്ചു. ഞാൻ പുതിയ കമ്പനി കയറിയ സമയത്ത് എന്നോട് ടെർമിനേഷൻ ലെറ്റർ ചോദിച്ചു അവര്. അപ്പോൾ ഞാൻ അവിടെ സംസാരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ടെർമിനേഷൻ ചോദിച്ചൊക്കെ തന്നെ അവരെടുത്തു തന്നു. സാധാരണ ടെർമിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 2 ദിവസം സമയം എടുക്കലുണ്ട്. പക്ഷെ ഞാൻ വന്ന ടൈമിൽ വേറൊരു കമ്പനിക്ക് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ അന്ന് ജസ്റ്റ് അവർ സൂചിപ്പിച്ചിരുന്നു ടെർമിനേഷൻ ലെറ്റർ കാണുന്നത്. പക്ഷെ അവര് അത് അപ്പം തന്നെ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. മീൻസ് എനിക്ക് സാധാരണ നമ്മൾ ടെർമിനേഷൻ നമുക്ക് മെയിലും കാര്യങ്ങളൊക്കെ വരും. ഇത് എനിക്ക് ഒന്നും വന്നിട്ടില്ല, മെയിലും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ടെർമിനേറ്റ് ചെയ്തിട്ടില്ലെന്നാണ് കരുതിയെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അവരെനിക്ക് ടെർമിനേറ്റിനകത്ത് തന്നു. ഞാൻ എന്നിട്ട് നേരെ എൻ്റെ കമ്പനിക്ക് അയച്ചു. എന്നിട്ട് അവര് തന്നു. ഞാൻ അപ്പോഴും എൻ്റെ സ്റ്റാറ്റസ് നോക്കിയിട്ടില്ല അതിൽ. സ്റ്റാറ്റസ് പിന്നെ എൻ്റെ കമ്പനിയാണ് നോക്കിയത്. അവര് നോക്കിയിട്ട് അവര് പറഞ്ഞു നിന്നെ ടെർമിനേറ്റ് ചെയ്തിട്ട് ഇത്ര മാസമായിട്ടുണ്ട് പറഞ്ഞു. മാസങ്ങളായി. കാരണം ഞാൻ മാസക്കണക്ക് പറയണ്ട. എന്താ വെച്ചാല് ചിലവര് പറയും 15 ദിവസത്തെ കേസൊക്കെ പറയും. അപ്പൊ അത് ഇതില് അങ്ങനെയാണെങ്കിൽ എനിക്കത് കിട്ടൂല. ഇനി കാരണം മാസങ്ങൾ പോയി എനിക്ക് കുറച്ച് മാസങ്ങൾ, അതായത് അത്യാവശ്യം അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ആകെ സീനായിന്ന് കരുതി. പക്ഷെ കമ്പനിന്ന് ഇതേമാതിരി നമുക്ക് നോക്കി നോക്കാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം പറഞ്ഞു അവര്. പിന്നെ ഞാൻ പുതിയ അപ്പാർട്ട്മെന്റ് മാറിയിരുന്നു. അതിന്റെ ഹൗസിംഗ് അതോറിറ്റി കിട്ടാന് പിന്നെ ആ ടൈമിലല്ലോ റോളൊക്കെ എന്തൊക്കെയോ ആ ടൈമിലായിരുന്നു അത്. അപ്പോൾ ഹൗസിംഗിന്റെ എന്തൊക്കെ കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊന്നും കുറച്ച് ഡിലേ ആയി. പിന്നെ കമ്പനി ഓൾറെഡി സബ്മിറ്റ് ചെയ്തു. അതായത് കാർഡിന്റെ ഡേറ്റ് തീരുന്ന സമയത്താണ് ഇവര് നോക്കണത്. എൻ്റെ കാർഡ് സബ്മിറ്റ് ചെയ്യുന്നത്, അത് പുതിയ കമ്പനീൻ്റെ കാർഡ് സബ്മിറ്റ് ചെയ്യണം. അപ്പോഴാണ് ടെർമിനേഷൻ ലെറ്ററിൻ്റെ കേസ് അറിയണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ബയോമെട്രിക് ഡേറ്റും വന്നു. അപ്പൊ ഞാനിതിപ്പോ ഇങ്ങനെ സംഭവിച്ചെന്നായിരുന്നു. അവര് ടെർമിനേറ്റ് ചെയ്ത കേസല്ലേ, ഇത്ര മാസങ്ങൾ ടൈം ആവുകയും ചെയ്തു. പിന്നെ ഇങ്ങനെ ബയോമെട്രിക് ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന എഴുതിയിട്ട് ഇതായി. അപ്പൊ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോടും നിന്നോട് അപ്പോ എന്നിട്ട് എന്താണെന്നറിയില്ല. പിന്നെ ഹൗസിംഗ് അതോറിറ്റി കിട്ടി. ഹൗസിംഗ് അതോറിറ്റി കിട്ടി ഇതേമാതിരി ഞാൻ ഓണർ വിളിച്ച് പറഞ്ഞു, കമ്പനി ഓണർ വിളിച്ച് പറഞ്ഞു അവരേതായാലും ഈ പോയി ഡേറ്റ് എടുക്ക്, സബ്മിറ്റ് ചെയ്യുക, എന്താ പറയണം നോക്കി നോക്കാം.
ഞാൻ നേരെ പോയിട്ട് ഞാൻ നാട്ടിലേക്ക് എത്തുന്നില്ല മനുഷ്യനാണ് ഞാൻ പോണത്. കയ്യിൽ നിന്ന് ഓൾറെഡി പൊയ്ക്കണ്. എന്താ വെച്ചാൽ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പോണത്. എനിക്കറിയാം ഇതിനെ കുറിച്ച് യാതൊരു എന്റെ രണ്ടാമത്തെ റിന്യൂവൽ രണ്ടാമത്തെ ഫസ്റ്റ് വന്നു ഒക്കെ പെട്ടെന്ന് കാടും കാര്യങ്ങളൊക്കെ എല്ലാം പെട്ടെന്ന് കിട്ടി. പിന്നെ രണ്ടാമത്തെയാണ് ഞാൻ പിന്നെ ഐഡന്റിക്ക് പോണത്. ആ പോണത് ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ്. ആ പോയ ടൈമില് എന്താ എനിക്കറിയില്ല നാളെ നാട്ടിൽ പോകേണ്ടി വരും, അത് നാട്ടിൽ പോകേണ്ടി വരുമല്ലോ മൈൻഡിൽ ഞാൻ പോണത്. എന്താ കഥ എന്നില്ല അതില് ഞാൻ ചെന്നു. നേരെ എന്താ അവിടെ ബയോമെട്രിക് കാർഡും കഴിഞ്ഞു. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഏതായാലും കാര്യങ്ങൾ നടന്നു, കിട്ടി എല്ലാം കഴിഞ്ഞ് കിട്ടി. ഞാനോട് ചോദിച്ചു എന്തെങ്കിലും ഇഷ്യൂസ് കാര്യത്തിലുണ്ടല്ലോ, അവരൊന്നും പറഞ്ഞില്ല. എല്ലാം കഴിഞ്ഞു പറഞ്ഞു. നിങ്ങൾക്ക് ഇനി പോസ്റ്റ് ആയിട്ട് കാർഡ് വരും എന്ന് പറഞ്ഞു. സെറ്റ് ഒക്കെ സെറ്റ്. പിന്നെ ഞാൻ പുറത്തിറങ്ങിയൊക്കെ ഞാൻ ഓണർ വിളിച്ചു, കമ്പനി ഓണർ വിളിച്ചു, ഒന്നും ചോദിക്കും പറഞ്ഞില്ല, എല്ലാം സെറ്റായി കിട്ടി. അപ്പൊ ഐഡന്റിറ്റി മാൾട്ടി ആണോ ഇപ്പൊ പുതിയ അതിലാണ് അന്ന് ബയോമെട്രിക് ഇപ്പത്തെ പുതിയ ഐഡന്റിറ്റിയിൽ പുതിയ അത് എല്ലാ പരിപാടിയും. പിന്നെ അതേമാതിരി അത് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പം തന്നെ ഞാൻ ഓണർ വിളിച്ച് കാര്യങ്ങളെല്ലാം സെറ്റായി പറഞ്ഞപ്പോൾ പിന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് മെയിൽ വന്നു. അതായത് കാർഡ് പോസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാകൊണ്ട് മെയിൽ വന്നു. അപ്പൊ ഞാൻ അതും കമ്പനി വിളിച്ച് പറഞ്ഞു, നിന്നെ വിളിച്ച് പറഞ്ഞു, അതിന്റെ കുറച്ച് ഫ്രണ്ട്സുകളും വിളിച്ച് പറഞ്ഞു, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ കാരണം എന്താണോ എനിക്ക് മനസ്സിലായി, കിട്ടിയത് എനിക്ക് അറിയാം. ഞാൻ ചോദിച്ചാൽ കാരണം എന്താ വെച്ചാല് ചിലവര് പറയും ഈ ടെർമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 15 ദിവസം കണക്ക് പറയും. 4 ദിവസം കൊണ്ട് പോസ്റ്റ് വന്നിട്ടോ, 4 ദിവസം കൊണ്ട് കാർഡ് കിട്ടും ചെയ്തു. 4 ദിവസം കാർഡ് കിട്ടും ചെയ്തു. ടൈം ഒന്നും എടുത്തിട്ടില്ല. 4 ദിവസം കൊണ്ട് കാർഡ് കിട്ടും ചെയ്തു. ഞാൻ പറഞ്ഞു തന്നത്രേ ഉള്ളൂ. നാട്ടിൽ ചിലവര് ടെർമിനേഷൻ കിട്ടിയിട്ട് പേടിച്ചുകൊണ്ട് പോകേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ അടിക്കും. ഇപ്പൊ ഞാൻ പണ്ട് ഇതേപോലെ എന്റെ കമ്പനി വെച്ചപ്പോൾ ഇതേപോലെ 24 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. ഇപ്പം ഈ കൊല്ലം അങ്ങനെ തന്നെയാണ്, 27 ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിക്കൊണ്ട് ടെർമിനേറ്റ് വന്നിനി, അത് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അനുഭവത്തിൽ വന്നുകൊണ്ടാണ് റിവോക്കും ടെർമിനേഷനും രണ്ടാണ് ഞാൻ പറഞ്ഞൊരു വീഡിയോ ഇട്ടിന്. റിവോക്ക് ആണെങ്കിൽ പേടിക്കണം, അത് കഴിഞ്ഞു കാർഡ് കട്ടാവും. പക്ഷെ ടെർമിനേഷൻ അത്ര പ്രശ്നമല്ലാന്ന് ഞാൻ പറഞ്ഞിനി. അതങ്ങനെ തന്നെയാണ്, അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ. അതുകൊണ്ട് ഞാൻ എന്നോട് ചോദിച്ചത്, കാരണം ഇത് അറിഞ്ഞില്ല, അങ്ങനെ അറിയാതെ കുറേ ആൾക്കാരുണ്ട്. എന്നിട്ട് പിന്നെ ചെയ്ത് കിട്ടുമെന്നില്ല പേടി. ആ ടെൻഷൻ ഓവറായിട്ട് അടിക്കണ്ട, എന്നാലും നമ്മൾ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം പേപ്പർ റെഡിയാക്കുക. അതായത് ഹൗസിംഗ് അതോറിറ്റിയും എല്ലാ ID കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ സാധനം കിട്ടും. പക്ഷെ റിവോക്ക് ആണെങ്കിൽ ആ കാര്യത്തിൽ എനിക്ക് വലിയ ഒരു കോൺഫിഡൻസ് ഇല്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ചോദിച്ചത്. പക്ഷേ എന്തായാലും ഒക്കെ നമ്മൾ ഇവിടെ കുറെ ആൾക്കാർക്ക് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. ചിലവര് ഇതേപോലെ റെഡി ആയിട്ടുണ്ട്, പിന്നെ ചിലർ ടൈം എടുത്തിട്ടുണ്ട്, ചിലർ പിന്നെ ലോയറൊക്കെ കണ്ടിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറെ എമൗണ്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും. ഓരോ മുടികളിലും ഇതേമാതിരി ഇത്ര യൂറേജ് കൊടുക്കും വേണം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ കമ്പനി അനുസരിച്ചിട്ടാണ്. ചില കമ്പനി നല്ല അടിപൊളി കമ്പനി ആണെന്നുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് എല്ലാ പരിപാടിയും. ID കാർഡ് ഇപ്പൊ എത്ര അല്ല? എന്റെ ID കാർഡ് ഒരു കൊല്ലം തന്നെ അല്ലേ? അടുത്ത റിന്യൂ ചെയ്യുമ്പോൾ കമ്പനിയിൽ 2 വർഷത്തിന്റെ കാർഡ് കിട്ടും. റിസ 2 കൊല്ലമായില്ലേ വന്നിട്ട്? ഞാൻ 4ാമത്തെ വർഷമാണ്, 3 വർഷം. അപ്പൊ നമുക്ക് പുതുക്കുമ്പോൾ 2 വർഷത്തിന് ആയിക്കൂടെ? അതെ അതെ, വേണമെങ്കിൽ ആക്കിനോട് പറഞ്ഞു, കമ്പനി പറഞ്ഞു 2 വർഷം വെക്കട്ടെ ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് വേറെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഈ എമൗണ്ട് നമ്മൾ കൊടുക്കണം. ഏത് നമ്മൾ ഫസ്റ്റ് 300 രൂപ കൊടുക്കണം. അപ്പം നമ്മൾ ഈ 2 വർഷത്തെ പൈസ കിട്ടിയത് വെറുതെ ആയി. നിനക്ക് കമ്പനി തന്നെ തുടരാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിനക്ക് കെട്ടാം. 2 വർഷം നീ കമ്പനി തന്നെ വർക്ക്, വേറെ ഒന്നും പോകണില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ ഇപ്പൊ ഇനി വരുന്ന പുതിയ നിയമത്തിൽ നമുക്ക് ഇനി കിട്ടണത് 2 വർഷം കഴിഞ്ഞവർക്ക് ഇനി 2 വർഷത്തിന് കിട്ടുമെന്ന് പറയണ്ടേ ഈ 150 റുപ്യക്ക്? അത് കേട്ടത് പറയുന്നുണ്ട്. 2 വർഷം നമ്മൾ വെക്കാന്നാ പറയുന്നത്. അതൊന്നും കൺഫേം ആയിട്ടില്ല, അതൊക്കെ ഒരു റൂമേഴ്സ് പോലെയാണ്. അതൊന്നും ഒരു നിയമമായിട്ട് വന്നിട്ടില്ല. പല ന്യൂസുകളും പലതും പല ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഏതായാലും 2 മാസം അറിയും. 2 മാസം നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇതിനൊരു ക്ലാരിറ്റി കിട്ടും എന്തായാലും. ഇപ്പം നിലവിൽ സ്ഥിതി നോർമലായിട്ട് 300 യൂറോ ആണ് ഞാൻ ചെയ്താണ് തൊട്ടടുത്ത്, അതുകൊണ്ട് അറിയാം.